പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്റർ BBA ഓണേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മേജർ സബ്ജക്റ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ്. അതിലെ ഇമ്പോർട്ടന്റ് 6 ആൻഡ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൊഡ്യൂൾ 4ലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ കണ്ടന്റിലേക്ക് പോയി നോക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഫേം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിങ്ങിന് പുറമെ ഒരു സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. ദേ ആർ അക്കൗണ്ടബിൾ ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിന്റെ ഒരു സ്ഥാപനം നടത്തുന്ന ഫേമിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആയിട്ട്, കസ്റ്റമേഴ്സ് ആയിട്ട്, സപ്ലയേഴ്സ് ആയിട്ട്, ഗവൺമെന്റ് ആയിട്ട്, സൊസൈറ്റി ആയിട്ട് ലാർജ്, ഇവരോടൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതിൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ഹോൾഡേഴ്സ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് ഉള്ള റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ആദ്യം പറയുന്നത്. എൻഷുറിംഗ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതിന്റെ ഫിനാൻസിലെ റിപ്പോർട്ടിംഗിൽ വളരെ കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമൈസിങ് സ്റ്റേക്ക് ഹോൾഡർ വാല്യൂ ത്രൂ എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് എത്തിക്കൽ ആയിരിക്കണം, വളരെ സത്യസന്ധമായിട്ടായിരിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു മാക്സിമൈസ് അവർക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് അവർക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊള്ളു. പ്രൊവൈഡിങ് റെഗുലർ ഡിവിഡൻഡ് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ റെഗുലർ ആയിട്ട് ഡിവിഡൻഡും റിട്ടേണും പ്രൊവൈഡ് ചെയ്യുക. അഡോപ്റ്റിംഗ് സസ്റ്റൈനബിൾ ബിസിനസ് സ്ട്രാറ്റജി ഫോർ ലോങ് ടേം ഗ്രോത്തിലേക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് എംപ്ലോയീസ് ഓർ വർക്കേഴ്സ്, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോടും വർക്കേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി, ഫെയർ വേജ് കൊടുക്കുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യും ഫെയർ വേജ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് ജോബ് സെക്യൂരിറ്റി, ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ. എൻഷുറിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രിവെന്റിംഗ് വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അതേപോലെ തന്നെ വർക്ക് പ്ലേസിലെ ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് ചെയ്യാം. ഓഫറിംഗ് കരിയർ ഡെവലപ്മെന്റ് ഓഫർ ചെയ്യാം. ആൻഡ് ട്രെയിനിങ്, സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമുകൾ, ഇവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ചെയ്യാം. അതുപോലെ തന്നെ എംപ്ലോയീസ് വെൽഫെയർ മെഷേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഇതൊക്കെ ഇവർക്ക് കൊടുക്കാം. ഇനി റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് കസ്റ്റമേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി, ഹൈ ക്വാളിറ്റി, സേഫ് ആൻഡ് റിലയബിൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. പ്രാക്ടീസിങ് ഫെയർ പ്രൈസിങ് ആൻഡ് ഓണസ്റ്റ് അഡ്വർടൈസിങ്, ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള പ്രൈസിങ്ങും അതേപോലെ സത്യസന്ധമായിട്ടുള്ള അഡ്വർടൈസ്മെന്റും പ്രൊവൈഡ് ചെയ്യാം. എൻഷുറിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബൈ ഫോളോയിങ് പ്രൊഡക്റ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന എൻഷുർ ചെയ്യുക, അത് പ്രൊഡക്റ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് പ്രകാരം. പ്രൊവൈഡിങ് എഫിഷ്യന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്, ഇതിലെ ക്രെഡിറ്റേഴ്സും സപ്ലയേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി, അവരോട് മേക്കിംഗ് ടൈംലി പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിനും സപ്ലയേഴ്സിനും ടൈംലി ആയിട്ട് പേയ്മെന്റ് കൊടുക്കുക. മെയിൻറ്റെയിനിങ് ട്രസ്റ്റ് ത്രൂ എത്തിക്കൽ ബിസിനസ് ഡീലിംഗ് നൽകുന്നതോടെ മേക്കിംഗ് ട്രസ്റ്റ് ഉണ്ടാക്കുക. അവോയ്ഡിങ് ഓവർ റിലയൻസ് ഓൺ ഡെപ്ത്, എൻഷുറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കൂടുതലായിട്ട് വലിയ ഡെപ്തിലേക്കൊന്നും പോവാതെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. ഫെയർ ട്രേഡ് പ്രാക്ടീസ് എൻഗേജ് അവോയ്ഡിങ് സപ്ലയറെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഗവൺമെന്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി, ടാക്സ് ലോ കംപ്ലൈന്റ് ചെയ്യുക, ലേബർ ലോസ്, എൻവിറോൺമെന്റൽ റെഗുലേഷൻ. കോൺട്രിബ്യൂട്ടിംഗ് ടു നാഷണൽ ഡെവലപ്മെന്റ് ത്രൂ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ജോബ് ക്രിയേഷൻ, ഇൻവെസ്റ്റ്മെന്റിലൂടെയും ജോബ് ക്രിയേഷനിലൂടെയും നാഷണൽ ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. കോപ്പറേറ്റിംഗ് വിത്ത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുക. പ്രിവെന്റിംഗ് കറപ്ഷൻ ആൻഡ് ഫോളോയിങ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ്, കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുക, എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ഫോളോ ചെയ്യുക. റെസ്പോൺസിബിലിറ്റി ടുവാർഡ് സൊസൈറ്റിയോട് കൂടി ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുക. CSR ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും അവരുടെ CSR ഫണ്ട് ഉണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. അത് മറ്റു ആക്ടിവിറ്റികൾക്കാണ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പോലുള്ള പ്രോഗ്രാമുകൾക്കാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത്. സപ്പോർട്ട് സോഷ്യൽ കോസിന് സപ്പോർട്ട് ചെയ്യുക. ജെൻഡർ ഈക്വാലിറ്റി, റൂറൽ ഡെവലപ്മെന്റ്, റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ് ആൻഡ് യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സ്. ആർഗ്യുമെന്റ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫേം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലെ ആർഗ്യുമെന്റ്, അതിന് അനുകൂലിക്കുന്നതും അതിന്റെ എതിർക്കുന്ന വാദങ്ങളാണ് പറയുന്നത്. ഇനി ആദ്യം ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒന്ന്, എത്തിക്കൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരാളും ഷുഡ് കോൺട്രിബ്യൂട്ട് വെൽ ബീയിങ് ആയിട്ട് കൊണ്ട് ഒരു സൊസൈറ്റിയുടെ ഒരു പാർട്ടായിട്ടാണ് ബിസിനസ്. അതുകൊണ്ട് തന്നെ എത്തിക്കൽ പ്രാക്ടീസ് ഇംപ്രൂവ് ട്രസ്റ്റ് ആൻഡ് ലോങ് ടേം സക്സസ്. ഇംപ്രൂവ്ഡ് പബ്ലിക് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ, നമ്മളൊരു എത്തിക്കലായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യണം, ഫേം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പബ്ലിക് ഇമേജ് ഉണ്ടാവും, റെപ്യൂട്ടേഷൻ ഉണ്ടാവും. എ പോസിറ്റീവ് ബ്രാൻഡ് ഇമേജ് ലീഡ്സ് ടു ഹയർ സെയിൽ ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത്.
ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി. CSR ഹെൽപ്പ് ഫേം ബിൽഡ് ഗുഡ് വിൽ. നമ്മൾ CSR ഫണ്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ ആ ഫേമിന് ഗുഡ് വിൽ ഉണ്ടായിരിക്കും, ലീഡിങ് ടു കസ്റ്റമർ ലോയാലിറ്റി ആൻഡ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ. സസ്റ്റൈനബിൾ പ്രാക്ടീസ് റെഡ്യൂസ് കോസ്റ്റ്. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുമ്പോൾ അവർക്ക് വേണ്ട ഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് അവർക്ക് കൊടുക്കുന്നെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടും, അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂടും. അവോയ്ഡിങ് ഗവൺമെന്റ് റെഗുലേഷൻ. proactive social responsibility can reduce need for strict government regulation. അത് നല്ല രീതിയിൽ ആക്ടിവിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. സത്യസന്ധമായിട്ട് എല്ലാ ഫേമും ചെയ്യുകയാണെങ്കിൽ പിന്നെ റെഗുലേഷൻ്റെ ആവശ്യമില്ല. ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഏതൊരു ഫേമിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ സോഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്യല്ല ഒരു ഫേമിന്റെ ഇത് എന്ന് പറയാം. കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഏറ്റവും എഫിഷ്യൻസി ഇതിലൂടെ സോഷ്യൽ ഗോളിലൂടെ റെഡ്യൂസ് ചെയ്യും. ഒരു കോമ്പറ്റീറ്റീവ് ഫേം ആകുമ്പോൾ അവർക്ക് വളരെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റ് കുറയുന്നതിന് കാരണമാകുന്നതാണ്. ഇൻക്രീസ്ഡ് കോസ്റ്റ്, ഇതിലൂടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അതിലൂടെ റെഡ്യൂസ് കോമ്പറ്റീറ്റീവ്നെസ്. ഓക്കെ. ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഇൻ സോഷ്യൽ ഇഷ്യൂസ്. ബിസിനസ് ആർ നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ സോൾവിങ് സോഷ്യൽ പ്രോബ്ലം. ഒരു ബിസിനസ്സും സോഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്പെഷ്യലൈസേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ആൻഡ് NGO ആർ ബെറ്റർ സ്യൂട്ടഡ് ഫോർ ഹാൻഡിലിംഗ് സോഷ്യൽ ചാലഞ്ചസ്. ഡൈവേർട്ട് ഫോക്കസ് ഫ്രം കോർ ബിസിനസ് ആക്ടിവിറ്റി. ഇങ്ങനെ നമ്മൾ CSR മറ്റു ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യും. ഷെയർ ഹോൾഡറിന് ഡിസ്കണ്ടന്റ് ഉണ്ടാവും. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു എത്തേ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ 10 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് റെസ്ട്രിക്ഷനുകൾ റെഡ്യൂസ് ചെയ്യുക. എക്കോണമിയിലുള്ള ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക, അലോയിങ് ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ്, ഫ്രീ ട്രേഡ്, ഓപ്പൺ മാർക്കറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് റെഗുലേഷൻ. ഇതിന്റെ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡിന് നികുതിയൊക്കെ ഉള്ളത് അതാണ് ബാരിയേഴ്സ് എന്ന് പറയാം. ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, പ്യുവർ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുക. ഡീറെഗുലേഷൻ, ഗവൺമെന്റ് റെഡ്യൂസ്ഡ് ഗവൺമെന്റ് കൺട്രോൾ ഇൻ ഇൻഡസ്ട്രീസ്. ഫിനാൻഷ്യൽ സെക്ടർ റിഫോം, ഫ്രീ മാർക്കറ്റ് ഫോർ ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോ. എൻകറേജിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ മറ്റു രാജ്യത്ത് വന്ന് ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എൻകറേജ്. റിമൂവൽ ഓഫ് ലൈസൻസ് രാജ്. ചില ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് ചില ലൈസൻസ് എടുക്കേണ്ട ആവശ്യം വരും, അത് റെഡ്യൂസ് ചെയ്യും. അതിലൂടെ ലൈസൻസ് രാജ് റിമൂവൽ ചെയ്യും. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിങ് എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടും, അതിലൂടെ GDP ഗ്രോത്ത് കൂടും. അട്രാക്റ്റിംഗ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അട്രാക്ട് ചെയ്യും. ഗ്ലോബൽ കമ്പനികൾ മറ്റു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അട്രാക്ട് ചെയ്യും. എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഇതിലൂടെ മൊണോപ്പൊളി റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, അതിലൂടെ കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യും, എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യും. റെഡ്യൂസിങ് ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് ബ്യൂറോക്രസി. ഗവൺമെന്റ് കൺട്രോൾ റെഡ്യൂസ് ചെയ്യും, ബ്യൂറോക്രസിയും റെഡ്യൂസ് ചെയ്യും. എക്സ്പാൻഡിങ് ഗ്ലോബൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ താരിഫ് കുറയുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. എൻകറേജിങ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എൻകറേജ് ചെയ്യും. ഇംപ്രൂവിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യും. കൺട്രോളിങ് ഇൻഫ്ലേഷൻ ആൻഡ് സ്റ്റെബിലൈസിങ് പ്രൈസ്. ഇതിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞതൊക്കെ അഡ്വാൻറ്റേജ്. ഇൻക്രീസ് കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻസി, എൻകറേജ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, എക്സ്പാൻഡ് കൺസ്യൂമർ ചോയ്സ്. കൺസ്യൂമർ കൂടുതൽ ചോയ്സ് കിട്ടും. കൂടുതൽ ആളുകൾ ഈ ഫീൽഡിലേക്ക് വരികയും പുറമേ നിന്നുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അതിലൂടെ കൺസ്യൂമറിന് കൂടുതൽ ചോയ്സ് ഉണ്ടാവും. പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലിബറലൈസേഷൻ, റിസ്ക് ഓഫ് എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി എന്നുള്ള റിസ്കിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിലെ സ്മോൾ ബിസിനസ് ഫേം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുമായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ക്യാൻ ലീഡ് ടു ഇൻകം ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കും. ഇനി പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള പബ്ലിക് സെക്ടർ ഫേമുകൾ അതെന്ത് ചെയ്യാണ്, ഓണർഷിപ്പ് പ്രൈവറ്റിന് ട്രാൻസ്ഫർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വിൽക്കുക. ഓക്കെ, അതിനെ എന്ത് പറയാ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇതിലൂടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. ഇതിലൂടെ റെഡ്യൂസ് ബ്യൂറോക്രാറ്റിക് ഡിലേസ് ആൻഡ് എൻഹാൻസ് പെർഫോമൻസ്. റെഡ്യൂസ് ഗവൺമെന്റ് ബേർഡൻ. ഗവൺമെന്റിന് കൂടുതൽ ഫിനാൻഷ്യൽ സ്ട്രെയിൻ വരികയാണ്. അപ്പം കേരളത്തിൽ KSRTC നിലനിന്ന് പോകണമെങ്കിൽ ഗവൺമെന്റ് ചിലപ്പോൾ ഫണ്ട് കൊടുക്കേണ്ടി വരാം. അങ്ങനത്തെ ബേർഡനുകളൊക്കെ റെഡ്യൂസ് ചെയ്യും. എൻകറേജ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യും. എൻഹാൻസ് കോമ്പറ്റീഷൻ എൻഹാൻസ് ചെയ്യും. പ്രിവെന്റ് മൊണോപ്പൊളി പ്രിവെന്റ് ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി. ഇൻക്രീസ് ഗവൺമെന്റ് റവന്യൂ. നമ്മൾ എൻഹാൻസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം എടുക്കുക, ഇന്ത്യൻ റെയിൽവേ പബ്ലിക് സെക്ടർ ആണ്. ഇതിലേക്ക് പ്രൈവറ്റ് റെയിൽവേ ഇത് വരുമ്പോൾ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വൃത്തിയുള്ള, അപ്പോൾ ഒരു മൊണോപ്പൊളി ആകുമ്പോഴുള്ള പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടും.
ഇൻക്രീസ് ഗവൺമെന്റ് റവന്യൂ ഇൻക്രീസ് ചെയ്യും, ഇംപ്രൂവ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇംപ്രൂവ് ചെയ്യും, റെഡ്യൂസ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, ഇതിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ റെഡ്യൂസ് ചെയ്യും, അതിലൂടെ ഒരു എക്കണോമിക് ഡിസിഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും, പ്രൊമോട്ട് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും, റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബേർഡൻ, ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ബേർഡൻ റെഡ്യൂസ് ചെയ്യും, എൻകറേജ് ഇന്നോവേഷൻ, പുതിയ ഇന്നോവേഷനുകളെ എൻകറേജ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യും, ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇംപ്രൂവ് ചെയ്യും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം, പ്രൈവറ്റൈസേഷൻ വന്നാൽ ക്യാൻ ലീഡ് ടു ജോബ് ലോസിനുള്ള സാധ്യത ഉണ്ട്, എസെൻഷ്യൽ സർവീസ് ആയിട്ടുള്ള മേ ബിക്കം എക്സ്പെൻസീവ് ആവും, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റിസ്ക് ഓഫ് മൊണോപ്പൊളി പവർ ഇൻ പ്രൈവറ്റ് ഹാൻഡ്സ്. ഇനി ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു ഇന്റർ കണക്ട്നെസ് വരാണ്, ഇന്റർ ഡിപ്പെൻഡൻസ് ആയിട്ട് രാജ്യങ്ങൾ വർക്ക് ചെയ്യാം. ഓക്കെ, ഇതിലൂടെ ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി, കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ഇന്റർനാഷണൽ ട്രേഡ്, ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് രാജ്യങ്ങൾ തമ്മിൽ, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യും, അട്രാക്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യും, എൻഹാൻസ് എക്കണോമിക് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യും, ഇംപ്രൂവ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കും, ബൂസ്റ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ബൂസ്റ്റ് ചെയ്യും, എൻകറേജ് കൾച്ചറൽ എക്സ്ചേഞ്ച് എൻകറേജ് ചെയ്യും, ഇൻക്രീസ് മാർക്കറ്റ് കോമ്പറ്റീറ്റീവ്നെസ്, സ്ട്രെങ്തൻ ഗ്ലോബൽ ഇന്റഗ്രേഷൻ. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും, ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാൻഡ് ചെയ്യും, പുതിയ ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യും, ഇതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഇംപ്രൂവ് ആക്സസ് ടു ടെക്നോളജി, പുതിയ ടെക്നോളജി ആക്സസ് ചെയ്യുന്ന ഇംപ്രൂവ് ഉണ്ടായിരിക്കും, നോളജും ആക്സസ് ചെയ്യുന്നതിൽ ഇംപ്രൂവ് ഉണ്ടായിരിക്കും. എല്ലാം ഫ്രീ ട്രേഡ് ആണ് നടക്കുന്നത്, സ്ട്രെങ്ത് ഇന്റർനാഷണൽ റിലേഷൻ. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്ലോബലൈസേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ഇൻ ഡെവലപ്പിംഗ് കൺട്രിയിലെ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ലോസ് ഓഫ് കൾച്ചറൽ ഐഡന്റിറ്റി ഡ്യൂ ടു വെസ്റ്റേൺ ഇൻഫ്ലുവൻസോടുകൂടി കൾച്ചറൽ ഐഡന്റിറ്റി ലോസ് ചെയ്യും, അൺഈക്വൽ ബെനിഫിറ്റ്, റിച്ച് കൺട്രീസിനായിരിക്കും കൂടുതൽ ഗെയിൻ ഉണ്ടാവുമായിരിക്കുക മോർ ദാൻ പുവർ നാഷണലിനെ അപേക്ഷിച്ച്, എൻവറോൺമെന്റൽ ഇഷ്യൂ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ. ഇനി ഇന്ത്യൻ എക്കോണമി ബിഫോർ ആൻഡ് ആഫ്റ്റർ LPG ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1991 അതുവരെ ഉണ്ടായിരുന്ന മിക്സഡ് എക്കോണമി സ്റ്റൈലിൽ നിന്നും ഇന്ത്യ മാർക്കറ്റ് ഓറിയന്റഡ് എക്കോണമിയിലേക്ക് മാറി. ഇന്ത്യൻ എക്കോണമി ബിഫോർ LPG പ്രോഗ്രാമിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കീ ഫീച്ചർ എന്ന് പറയുന്നത് ലൈസൻസ് രാജ്യമാണ്. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിന് പുതിയ അപ്രൂവൽ കിട്ടണം, ലൈസൻസ് കിട്ടണം, അതിന്റെ ഡിലേയും അതിൽ കറപ്ഷനുകളൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹെവി ഗവൺമെന്റ് കൺട്രോൾ, പ്രത്യേകിച്ച് ബാങ്കിങ്, ആവിയേഷൻ, സ്റ്റീൽ, ടെലികോം, എനർജി പോലുള്ള മേഖലയിൽ ഗവൺമെന്റ് കൺട്രോൾ ഹെവി ആയിരുന്നു. റെസ്ട്രിക്റ്റഡ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള രാജ്യങ്ങളുടെ സാധനങ്ങൾ വരുമ്പോൾ ഇമ്പോർട്ട് ടാരിഫുകൾ ഹൈ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വില കൂടുക, ക്വാട്ടാസ്, റെസ്ട്രിക്ഷൻ പോലുള്ള ഫോറിൻ ട്രേഡിലെ റെസ്ട്രിക്ഷനുകൾ കൂടുതലായിരുന്നു. പബ്ലിക് സെക്ടർ ഡോമിനൻസ്, ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ ആയിരുന്നു ഡോമിനൻസ് ചെയ്തിരുന്നത്. ഓക്കെ, അത് ചില മേഖലകളിൽ ഇൻഎഫിഷ്യൻസിയും ലോസസ് ഉണ്ടായിട്ടുണ്ട്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് എന്തായിരുന്നു, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ഫിക്സഡ് ആയിട്ട് ആയിരുന്നു, അത് എന്ത് ചെയ്യും, ഫ്രീ ഫോറിൻ ട്രേഡിനെ ലിമിറ്റ് ചെയ്തു. അഗ്രികൾച്ചർ ഡോമിനൻസ്, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഡോമിനൻസ് ആയിരുന്നു, അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലും സർവീസ് സെക്ടറിലും ഗ്രോത്ത് കുറവായിരുന്നു. അൺസ്റ്റേബിൾ ഗ്രോത്ത് ആൻഡ് ക്രൈസിസ്, ഇന്ത്യയിൽ അൺസ്റ്റേബിൾ ഗ്രോത്ത് ആയിരുന്നു, അതെന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്രൈസിസ് നേരിട്ടു. ഇനി എക്കണോമിക് പ്രോബ്ലംസ് ബിഫോർ 1991, 1991 മുമ്പുള്ള എക്കണോമിക് പ്രോബ്ലം, ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്പെൻഡിങ് റവന്യൂവിനെ കാട്ടിലും കൂടുതൽ, അത് ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നയിച്ചു. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ക്രൈസിസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഹൈ സ്ട്രഗിൾഡ് ടു പേ ഫോർ ഇമ്പോർട്ടിന് പൈസ കൊടുക്കാൻ സ്ട്രഗിൾ ചെയ്തു, ലീഡിങ് ടു സിവിയർ ഫോറിൻ എക്സ്ചേഞ്ച് ഷോർട്ടേജ്, ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രിയുടെ കറൻസി റിസർവ് എന്ത് ചെയ്ത് കുറവായിരുന്നു. സ്ലോ എക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയിൽ സ്ലോ എക്കണോമിക് ഗ്രോത്ത് 1980 മുതൽ 90 വരെ അതിനെ ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ലോ ആയിരുന്നു. ഇനി ആഫ്റ്റർ LPGക്ക് ശേഷമുള്ള ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഈ ചേഞ്ചസ് 1991 ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ഒന്ന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, എൻഡ് ഓഫ് ലൈസൻസ് രാജ് എൻഡ് ചെയ്തു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള അവസരം വന്നു. ട്രേഡിൽ റിഫോം വന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കുറഞ്ഞു, എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ കുറഞ്ഞു, അലോയിങ് ഫ്രീ ട്രേഡ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ റിഫോം എന്ന് പറഞ്ഞാൽ ബാങ്കുകളൊക്കെ മോഡേണൈസ് ചെയ്തു, ടെക്നോളജി ആൻഡ് IT പോകും. ഓക്കെ, ഇനി എക്കണോമിക് ഗ്രോത്ത് പോസ്റ്റ് LPGക്ക് ശേഷമുള്ള എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാൻ ഗ്രോത്ത് റേറ്റ്, GDP ഗ്രോത്ത് റേറ്റ് 3 to 4 നിന്നും 7 to 9 എക്കണോമിക് ഗ്രോത്ത് കൂടി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 1 ബില്യൺ 1991 2023 ആയപ്പോൾ
$600 ബില്യൺ ആയി കൂടി. എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇൻക്രീസ് ചെയ്തു. റാപ്പിഡ് ഇൻഡസ്ട്രിയൽ സർവീസ് സെക്ടർ ഗ്രോത്ത് ഉണ്ടായി. ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഗ്രോത്ത് ഉണ്ടായി. അർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിലൊക്കെ ഡെവലപ്മെന്റ്. ഇനി ഫിസിക്കൽ പോളിസി, ഇത് അത്ര ഒരു ഇമ്പോർട്ടന്റ് അല്ല, 6 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. ഗവൺമെന്റ് എടുക്കുന്ന ടാക്സേഷൻ, പബ്ലിക് സ്പെൻഡിൽ എടുക്കുന്ന പോളിസി അത് എങ്ങനെ എക്കോണമിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിലൂടെ എക്കണോമിക് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെന്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് ഗവൺമെന്റിന്റെ റവന്യൂ പറഞ്ഞാൽ ടാക്സേഷനിലൂടെയാണ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, പബ്ലിക് സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ, വെൽഫെയർ പ്രോഗ്രാം. ഇതിന്റെ ടൂളുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ചെലവഴിക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, അങ്ങനെ പല മേഖലയിലേക്കും. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സ്പെൻഡിങ് കൺട്രോൾ, ഇൻഫ്ലേഷൻ സ്പെൻഡ് ചെയ്യാൻ കുറക്കാൻ പറ്റും. ടാക്സേഷൻ, ലോവർ ടാക്സ് ഇൻക്രീസ് ഡിമാൻഡ്, ഹയർ ടാക്സ് കൺട്രോൾ ഇൻഫ്ലേഷൻ. ടാക്സേഷൻ അതിന്റെ ഒരു പദ്ധതിയാണ്. പബ്ലിക് ബോറോയിങ്, ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗവൺമെന്റ് എന്ത് ചെയ്യുക? ലോണ് ഫണ്ടിന് വേണ്ടിയിട്ട് ബോറോ ചെയ്യുക. പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ്, എടുത്ത ലോൺ ബോറോ ചെയ്തത് ഒരു ഗവൺമെന്റ് ഡെപ്റ്റ് ആണ്, അത് മാനേജ് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി. ട്രാൻസ്ഫർ പേയ്മെന്റ് സബ്സിഡി, ഗവൺമെന്റ് ആളുകൾക്ക് സബ്സിഡി കൊടുക്കുക, അത് എക്കണോമിക് വെൽഫെയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പോളിസി, എക്കണോമി സ്റ്റെബിലിറ്റി, ഇതിലൂടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. മാനേജ് റിസഷൻ, ഇതിലൂടെ ജോബ് ക്രിയേഷൻ ഉണ്ടാവും. ഗവൺമെന്റ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഒരു പാലം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൂടെ കുറെ ആളുകൾക്ക് ജോലി കിട്ടുകയാണ്. ഒരു തോട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ള ഓരോ ഇതിലൂടെ ജോബ് ക്രിയേഷൻ ഉണ്ടാവും. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എല്ലാ ആളുകളെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇല്ലാത്ത ആളുകൾക്ക് വെൽഫെയർ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിലൂടെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇതിലൂടെ എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ടാക്സ് ഇൻസെന്റീവ് ക്യാൻ അട്രാക്ട് ബിസിനസ്സസ്, എന്നാൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് ടാക്സ് ഇൻസെന്റീവ് ഒക്കെ കൊടുക്കും. അതിലൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ബിസിനസ്സിൽ അട്രാക്ഷനും കൂടും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ഇൻഫ്ലാഷണറി പ്രഷർ ഉണ്ടായിരിക്കും, ടൈം ലാഗ് ഉണ്ടായിരിക്കും, ക്രൗഡിങ് ഔട്ട് എഫക്ട്. ഇനി മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്, മോണിറ്ററി പോളിസി പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് എക്കോണമിയിൽ മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് അവൈലബിലിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പോളിസികളെയാണ് എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി പറഞ്ഞാൽ. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്. ഇതിന്റെ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ് രണ്ട് രീതിയിലുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആക്ടിവിറ്റി RBI ലെൻഡ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന് RBI കൊടുക്കുന്ന ലോണിന്റെ ലെൻഡ് ചെയ്യുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന് എന്താ പറയുക? റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നാൽ RBI ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ഇത് പറയുന്നത്. റിപ്പോ റേറ്റ് ലോവർ ആയി കഴിഞ്ഞാൽ മോർ ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ റിപ്പോ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാങ്കുകൾ കൂടുതലായിട്ട് ലോൺ എടുക്കും, അതിലൂടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, അതിലൂടെ മണി സപ്ലൈ കൂടാൻ കാരണമാകും. എന്നാൽ റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ് മോർ വിത്ത് RBI ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, പറഞ്ഞാൽ കൂടുതൽ പൈസ RBI നിക്ഷേപിക്കും. ഹയർ റിവേഴ്സ് റിപ്പോ, അതിലൂടെ മണി സപ്ലൈ കുറയും. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്പോസിറ്റ്, ഒരു ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ കുറച്ച് പെർസെന്റേജ് എവിടെ സൂക്ഷിക്കണം? RBI സൂക്ഷിക്കണം. അങ്ങനെ ഹയർ CRR ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനുള്ള ഫണ്ടിന്റെ അവൈലബിലിറ്റി കുറയും, ഇതിലൂടെ മണി സപ്ലൈ കുറയും. ഈ SLR, ദ പ്രൊപ്പോർഷൻ ഓഫ് ബാങ്ക് റിസർവ് ടു ബി മെയിൻറ്റൈൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി, ബാങ്കിന്റെ റിസർവിൽ നിന്നും ചെറിയ പെർസെന്റേജ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പൊ ബാങ്കിന്റെ പൈസ മൊത്തം മറ്റു മേഖലയിലേക്ക്, ഗവൺമെന്റ് പറയുന്ന ഇതിലേക്കൊക്കെ പോകുമ്പോൾ, RBI പറയുന്ന മേഖലയിലേക്ക് പോകുമ്പോൾ മണി സപ്ലൈ കുറയും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, RBI ബൈ സെൽ ഗവൺമെന്റ് ബോണ്ട് ടു റെഗുലേറ്റ് ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമി. ഇനി ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഒന്ന് ക്രെഡിറ്റ് റേഷനിങ്, റെസ്ട്രിക്ഷൻ ലോൺ ടു സർട്ടൻ സെക്ടർ ടു കൺട്രോൾ മണി ഫ്ലോ. പറഞ്ഞാൽ ക്രെഡിറ്റ് റേഷനിങ് പറഞ്ഞാൽ RBI പറയും ഇന്ന സെക്ടറിലേക്ക് ലോൺ കൊടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ വെക്കും. അതെന്ത് ചെയ്യും? മണിയുടെ ഫ്ലോ റെഡ്യൂസ് ചെയ്യും. മോറൽ സോഷ്യൽ RBI എന്ന ക്രെഡിറ്റ് പോളിസി ആയിട്ട് ആളുകൾക്ക് അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. ഡയറക്റ്റ് ആക്ഷൻ, RBI ഇമ്പോസ് പെനാൽറ്റീസ് ഓൺ ബാങ്ക് വയലേറ്റിംഗ് മോണിറ്ററി പോളിസി നോം. മോണിറ്ററി പോളിസി നോംസ് നടപ്പിലാക്കാൻ വേണ്ടി പെനാൽറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആൻഡ് ക്വിക്ക് ഇംപ്ലിമെന്റേഷൻ നടത്താൻ പറ്റിയ ഒരു പോളിസിയാണ് സ്റ്റെബിലൈസിങ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ടൈം ലാഗ് ഉണ്ടായിരിക്കും, ലെസ് എഫക്റ്റീവ് ഇൻ റിസഷൻ പീരീഡിൽ ഇത് ലെസ് എഫക്റ്റീവ് ആണ്. കനോട്ട് അഡ്രസ് സ്ട്രക്ചറൽ ഇഷ്യൂ, എക്കോണമിയിലെ സ്ട്രക്ചറൽ ഇഷ്യൂ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇതിനൊന്നും ഇത് പരിഹരിക്കാൻ കഴിയില്ല. അതിന് ഫിസിക്കൽ പോളിസി മാത്രമേ അതിന് സാധ്യമുള്ളൂ. ലിക്വിഡിറ്റി ട്രാപ്പ് റിസ്ക്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസി ടൂൾസ് ആണ്. ഇത് സെൻട്രൽ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ന്യൂ മണി ഇൻ ടു സർക്കുലേഷന് വേണ്ടിയിട്ട്, പണം സർക്കുലേറ്റ് എക്കോണമിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
കൂടുതൽ പണം പ്രിന്റ് ചെയ്തിട്ട് ഇറക്കുന്നതിന് എന്ന് പറയാം ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് എന്ന് പറയാം. ബൈ പർച്ചേസിങ് ഗവൺമെന്റ് ബോണ്ട് ആൻഡ് അതർ ഫിനാൻഷ്യൽ അസറ്റ്. ഇതെന്ത് ചെയ്യും? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ലോവേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ്, എൻകറേജ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ടു സ്റ്റിമുലേറ്റ് എക്കണോമിക് ഗ്രോത്ത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇതെന്ത് ചെയ്യും? മണി സപ്ലൈ കുറയുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ചെയ്യും, സ്റ്റിമുലേറ്റ് എക്കണോമിക് ഗ്രോത്ത്. ഇതിലൂടെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ആളുകളെ കയ്യിലേക്ക് പണം എത്തുമ്പോൾ കൺസ്യൂമറുടെ സ്പെൻഡിങ് കൂടും, അതിലൂടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും, അതിലൂടെ കൂടുതലായിട്ട് ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും, അതിലൂടെ എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും. പ്രിവെന്റ് ഡിഫ്ലാഷൻ പ്രിവെന്റ് ചെയ്യും. കാരണം പ്രൈസ് അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഡിഫ്ലാഷൻ എന്ന് പറയുന്നത് പ്രൈസിയുടെ മൂല്യം കുറയുക. ഓക്കെ, ഇൻഫ്ലാഷന്റെ നേരെ ഓപ്പോസിറ്റ്. സപ്പോർട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എൻകറേജ് ലെൻഡിങ് ബൈ ബാങ്കുകൾക്ക് എൻകറേജ് ലെൻഡിങ് കൂടും. പ്രൊവൈഡ് ബാങ്ക് വിത്ത് മോർ മണി ടു ലെൻഡ് ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽ. കറൻസി വീക്കൻ കറൻസി മേക്ക് എക്സ്പോർട്ട് മോർ കോമ്പറ്റീറ്റീവ് ബൈ ലോവറിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഹൗ ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് വർക്ക്? ഒന്ന്, പണം എന്ത് ചെയ്യും? ക്രിയേറ്റീവ് മണി, കൂടുതലായിട്ട് ന്യൂ മണി എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? എക്കോണമിയിലേക്ക് ഇൻജക്ട് ചെയ്യും. ബൈങ് ബോണ്ട് ആൻഡ് അസറ്റ്. ദ സെൻട്രൽ ബാങ്ക് പർച്ചേസ് ഗവൺമെന്റ് ബോണ്ട് ആൻഡ് അതർ ഫിനാൻഷ്യൽ അസറ്റ് ഫ്രം ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെന്റ് ബോണ്ടും മറ്റു കാര്യങ്ങളും സെൻട്രൽ ബാങ്ക് വാങ്ങും, അതിലൂടെ എന്ത് ചെയ്യും? അതർ ഫിനാൻഷ്യൽ അസറ്റുകൾ വാങ്ങും, അത് കൂടുതൽ പണം ബാങ്കിലേക്കും എക്കോണമിയിലേക്കും ഇറങ്ങും. ലോവറിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് വിത്ത് മോർ മണി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിൽ കൂടുതൽ പണം ഉണ്ടാവും, ഇൻട്രസ്റ്റ് റേറ്റ് ഫാൾ, മേക്കിംഗ് ബോറോയിങ് ചീപ്പർ ആയിരിക്കും. അതിലൂടെ എന്ത് ചെയ്യും? കൂടുതൽ ബോറോയിങ് ചീപ്പർ ആകുന്നതോടുകൂടി തന്നെ സ്പെൻഡിങ് കൂടും, ആളുകൾക്ക് കൂടുതൽ പണം എത്തുമ്പോൾ സ്പെൻഡിങ് കൂടും. അതുപോലെ തന്നെ പലിശ നിരക്ക് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റിനുള്ള ലോൺ എടുക്കുന്നത് കൂടും. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും, പ്രിവെന്റ് ഡിഫ്ലാഷൻ പ്രിവെന്റ് ചെയ്യും, സപ്പോർട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ ഈ പറഞ്ഞതിലൂടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതോടുകൂടി തന്നെ കുറെ ബിസിനസ് സ്ഥാപനങ്ങൾ വരും, അതിലൂടെ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ക്യാൻ ലീഡ് ടു ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. അസറ്റ് ബബിൾസ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് മേ ലീഡ്സ് ടു ഓവർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ആൻഡ് റിയൽ എസ്റ്റേറ്റും സ്റ്റോക്കിന്റേതും ഓവർ വാല്യൂ ചെയ്യും. അതാണ് അസറ്റ് ബബിൾസ്. ഇൻഎഫക്റ്റീവ് ഇഫ് ബാങ്ക്സ് ഓഡ് മണി, ഇഫ് ബാങ്ക് ഡോണ്ട് ലെൻഡ്, QE fails to boost spend. എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇൻഎഫക്റ്റീവ് ആയിട്ട് ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്പെൻഡിങ് ബൂസ്റ്റ് ചെയ്യുന്നത് ഫെയിൽ ആവും. ഡിപ്രീസിയേഷൻ ഓഫ് കറൻസിയുടെ മൂല്യം കുറയും. ഇനി ലാസ്റ്റത്തേതായിട്ടുള്ളത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അത്ര ഒരു ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് എ കൺട്രി ആർ റെസ്റ്റ് ഓഫ് വേൾഡ് ഓവർ എ സ്പെസിഫിക് പീരീഡ്. അപ്പം ഇന്ത്യയിലേക്ക് ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളും തമ്മിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിനെ എന്ത് പറയാം? ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇവിടുന്ന് ഔട്ട്ഫ്ലോ ചെയ്യുന്നതും ഇങ്ങോട്ട് ഇൻഫ്ലോ ചെയ്യുന്നതിന്റെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡിനെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം. ഇതിൽ ട്രേഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളും സർവീസിന്റെയും ട്രേഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ഫ്ലോസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ക്യാപിറ്റൽ മൂവ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇതിൽ കോമ്പണൻസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് കോമ്പണൻസ് കറന്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. കറന്റ് അക്കൗണ്ട് അതിലെ ഒന്നാമത്തത്. റെക്കോർഡ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻകം ആൻഡ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിന്റെ സർവീസിന്റെ ഇൻകത്തിന്റെ യൂണിലാറ്ററൽ ട്രാൻസ്ഫറിന്റെ ഫ്ലോ ഉണ്ടാവുമല്ലോ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇത് ട്രേഡ് ബാലൻസ് ആയിരിക്കും, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. സർവീസ് ബാലൻസ് എന്ന് പറയാം, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇൻകം ട്രാൻസ്ഫേഴ്സ്, സാലറീസ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, വേജ്, സാലറി. ഇപ്പം ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്ന് ജോലിയാണ്, അയാൾക്ക് സാലറി കൊടുക്കുകയാണെങ്കിൽ ആ ഫണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഷെയറിങ്, ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി കറന്റ് ട്രാൻസ്ഫേഴ്സ്, റെമിറ്റൻസ്, ഫോറിൻ എയ്ഡ്, ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ലഭിക്കുന്നതൊക്കെ കറന്റ് അക്കൗണ്ടിലാണ് ഉൾക്കൊള്ളുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് റെക്കോർഡ് ഓഫ് ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് ആൻഡ് നോൺ പ്രൊഡ്യൂസ്ഡ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്. ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ്, ഡെപ്റ്റ് ഫോർ ഫോർഗീവ്നെസ്, ഫോറിൻ എയ്ഡ് ഫോർ അസറ്റ് പർച്ചേസ്, അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് നോൺ പ്രൊഡ്യൂസ്ഡ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ലാൻഡ് സെയിൽ ഒക്കെ ഇതിലാണ് ഉൾക്കൊള്ളുക. ഇനി ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്, റെക്കോർഡ് ചേഞ്ചസ് ഇൻ കൺട്രി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് മാനേജ് ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലുള്ള കൺട്രി, അതിലുള്ള ചേഞ്ച്, അതാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. ഇതിൽ ഫോറിൻ കറൻസി റിസർവ് ഉണ്ടാവും, ഗോൾഡ് റിസർവ് ഉണ്ടാവും, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഉണ്ടാവും, IMF റിസർവ് പൊസിഷൻ, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. ഇനി ഇറേഴ്സ് ആൻഡ് ഒമിഷൻ, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ടു ബാലൻസ് ഡിസ്ക്രിപ്പൻസി ഇൻ റെക്കോർഡഡ് ട്രാൻസാക്ഷൻ. ഓക്കെ, എന്തെങ്കിലും ഇററുകൾ വരുന്നതാണ് ഇതിൽ ഉൾക്കൊള്ളുക, ഇറേഴ്സ് ആൻഡ് ഒമിഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം, മെഷേഴ്സ് ഓഫ് രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ് മെഷർ ചെയ്യണമെങ്കിൽ ഇത് നിർബന്ധമാണ്. ഇതിലൂടെയാണ് കൺട്രിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തും ഗ്ലോബൽ ട്രേഡും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്.
indicates exchange rate stability. exchange rate stability indicate ചെയ്യാൻ determine currency appreciation നടത്തുന്നോ depreciation നടത്തുന്നോ എന്നൊക്കെ ഉള്ളതിന് സഹായം ഉണ്ടാവും. ഏത് എക്കണോമിക് പോളിസി രാജ്യത്ത് എന്ത് പോളിസിയാണ് നടപ്പിലാക്കേണ്ടത്, ഇന്ത്യയുടെ ട്രേഡ് പൊസിഷൻ അറിയുമ്പോൾ അതിനനുസരിച്ച് പോളിസികൾ നടപ്പിലാക്കാൻ സാധിക്കും. അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇതിലൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാം. ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണെങ്കിൽ, രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫേവറബിൾ ആണെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടും. മോണിറ്റേഴ്സ് എക്സ്റ്റേണൽ ഡെപ്റ്റ്, എക്സ്റ്റേണൽ ഡെപ്റ്റ് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഹെൽപ്സ് ഇൻ ട്രേഡ് പോളിസി ഫോർമുലേഷൻ, ട്രേഡ് പോളിസി, ട്രേഡിലുള്ള പോളിസി ഫോർമുലേഷൻ നടത്താൻ സാധിക്കും. അസസ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് അസസ് ചെയ്യാൻ സാധിക്കും. മാനേജ് ഇൻഫ്ലേഷൻ ആൻഡ് ഗ്രോത്ത്, ഇൻഫ്ലേഷനും ഗ്രോത്തും മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തെ എന്താ പറയാ, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.